അപാകത വരാൻ പറ്റില്ല. ഏത് കാലത്തും സ്വത്തോരി വെക്കുമ്പോൾ പെണ്ണുങ്ങളെ മനസ്സെന്തേക്കാരം ഞങ്ങൾ അവഗണിക്കുന്നേക്കാരം. അത് പറയാത്തൊരു പെണ്ണും ഉണ്ടാവില്ല. സ്വത്തോഹരി വെക്കുന്ന എവിടെയും സ്ത്രീകളുടെ മനസ്സിൽ ഓഹരിയുടെ ദിവസം ഉണ്ടാവുക ഞങ്ങളെ ആണുങ്ങളൊക്കെ പാടെ കൂടെ എന്ത് ചെയ്യും, ഒരു മൂലക്കൊക്കെ ആക്കിയിട്ട് അവരൊക്കെ കൈവശപ്പെടുത്തുന്നേക്കാം. പിന്നെ ആ വിചാരമുള്ളിടത്തോളം കാലം ഇപ്പോൾ എത്ര നീതി പാലിച്ചാലും അതേ മനസ്സിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും അത് സ്വതന്ത്രമായിരുന്നു എന്നും വസ്തുനിഷ്ഠമായിരുന്നു എന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു, വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾ എന്താ ഒരു പരിഹാരം പറഞ്ഞിരുന്നു. അപ്പോൾ എന്തെന്ന് ചോദിച്ചു. വാപ്പ എന്ത് ചോദിച്ചാൽ മരിക്കണ സമയത്ത് പറഞ്ഞു ഓരോരുത്തർക്കുള്ള സ്വത്ത്. ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരും. എന്താ പറഞ്ഞ്, വഴി പോലും ഇല്ല, അങ്ങോട്ട് ഒരു വഴി വേണ്ടേ സ്ഥലത്തേക്ക്. നമ്മളാണ് നടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ എന്തില്ല, അയലോക്കക്കാർ തടയും. അതപ്പം ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തന്നത്. എന്നാൽ ഏറ്റവും മിനിമം ഒരു വഴിയോട് കൂടെ തരിക. ആണുങ്ങൾക്കൊക്കെ എല്ലാവർക്കും വലിയ വാപ്പ താമസിച്ച വീട് ഒരാണിന്, മറ്റൊരുത്തൊരു വലിയ റബ്ബർ തോട്ടം ഒരാണിന്, ഞമ്മക്ക് എന്താ വഴിയും കൂടി ഇല്ലാതെ വിൽക്കാനോടി പറ്റൂല. ഒരു കാലത്തും നമ്മുടെ പേരിലാണ് ഉണ്ടാവും മരിക്കോളം എന്നല്ലാതെ വിൽക്കാനോടി പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇത്ര കാലം വാപ്പാനെ സ്നേഹിച്ചിട്ടും മരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആത്മാവിനും നമ്മളെ ഉള്ളിൽ നമ്മളോടൊരു സ്നേഹം ഇല്ലെങ്കിൽ എങ്ങനെയാണ് വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുക എന്നൊരു സഹോദരി ചോദിച്ചാൽ, സഹോദരങ്ങളെ നമുക്ക് ആ ഗതി വന്നുകൂടല്ലോ. അതറിഞ്ഞാലല്ലേ പറ്റുള്ളൂ നമുക്ക്. ഞാൻ പറഞ്ഞ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ വരുന്നെന്തരും അനന്തരാവകാശത്തിന് അതിലൊരു പ്രധാന റോളുണ്ട്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒരു കാര്യത്തിൽ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് സഹോദരങ്ങളെ എനിക്കിങ്ങോട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്താ പറയുക, ചില വ്യക്തികൾ ഒരു കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഒരാൾ മതി. മനസ്സിലായി, നമ്മളിപ്പോൾ ഒരു 20 അംഗ കുടുംബമാണെങ്കിൽ ഒന്നുണ്ടായാൽ മതി ആ കുടുംബങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ. സഹോദരൻ നമ്മൾ തിരിച്ചറിയണം, വളരെ ചില ആളുകൾക്ക് അതൊരു ഹരമാണ്. എന്തറിയും, ബന്ധങ്ങളെ തെറ്റിക്കൽ ജീവിതത്തിൽ വലിയൊരു ഹരമായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ തിരിച്ചറിയണം, ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ശ്രമങ്ങൾ കയ്യോടെ പിടിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. മനസ്സിലായില്ലേ. പിന്നെ എപ്പോഴും ആലോചിക്കുക സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മയോട് നല്ല വാപ്പയോട് നല്ല ബന്ധത്തിൽ പോവുക, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഭാര്യ ഞാനും എൻ്റെ ഉമ്മയും തമ്മിൽ അകലാൻ ഒരു കാരണം സൃഷ്ടിക്കാൻ പാടില്ല. അതൊക്കെ പരലോകത്തെ വലിയ കുറ്റം കിട്ടുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ പരലോകത്ത് ലഭിക്കുന്നൊരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റണം, എൻ്റെ കുടുംബത്തിൽ ഒരു ബന്ധവും തകർക്കാൻ ഞാൻ കാരണക്കാരിയായിട്ടില്ല, ഞാൻ കാരണക്കാരനായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇതേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു അനന്തരാവകാശ കാര്യങ്ങൾ ഇത്രയും കൃത്യമായി ഖുർആൻ പറയാൻ കാരണം അത് ബന്ധങ്ങളെ വിച്ഛേദിക്കും എന്നറിഞ്ഞതുകൊണ്ടാണ്. അതേപോലത്തെ സഹോദരങ്ങളെ, ചില വ്യക്തികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ജീവിതത്തിൽ ഒരു സംസ്കാരവുമില്ലാത്ത ആളുകൾ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിനയായിത്തീരുന്ന അവസ്ഥകളുണ്ടാവും. നമ്മൾ അതും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അതിനൊരു കണ്ണിയാവാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിലൊരു പ്രധാന ഘടകമാണെന്നൊരു സംശയങ്ങൾ. ഭയങ്കര സംശയങ്ങളാണ്. സംശയങ്ങൾ പല തലങ്ങളിലുണ്ട്. ചില ആൾക്കാർ പറയും ഞങ്ങൾക്കെതിരെ ഒരു സിഗർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ആരെങ്കിലും നമുക്ക് വല്ല ഗൂഢോത്രമോ അല്ലെങ്കിൽ വല്ല സിഹറോ ചെയ്തോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അറിയാൻ ഒരു വകുപ്പില്ല കേട്ടോ, ഒരു വകുപ്പില്ല. മനസ്സിലായി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനത്തെ വല്ലതും ബാധിക്കുമെന്ന് കൃത്യമായി ഖുർആനും ഹദീസും തെളിഞ്ഞതുകൊണ്ട് വല്ലതും ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന അവസ്ഥയിൽ എന്ത് ചെയ്തോളും മുഅബ്ബിദാത്തും ആയത്തുൽ കുർസിയും ഓതിക്കോളും എന്ന് പറയാനുള്ളത് കാരണം അതാണ്. അതുകൊണ്ട് ഒരു ആളെ പേര് നമ്മളത് പറയാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞാൽ അത് മഹാബാബല്ലേ, സിഹർ മഹാബാബല്ലേ. നമ്മൾ പറയാണ് എൻ്റെ പെങ്ങളാണ് എനിക്ക് സിഹർ ചെയ്തതെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ചെറിയ കാര്യമല്ലത്. തൽക്കാലം നമുക്കൊരു സമാധാനത്തിന് പറഞ്ഞാലും ആ വാക്ക് വായിന്ന് പുറത്തു പോയാൽ കഴിഞ്ഞ കാര്യം. ഒരിക്കലും പറയാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു മനസ്സിലായത് നബിക്ക് വഹിയുള്ളതുകൊണ്ടാണ്. മനസ്സിലായി. ഇത് സംഭവിക്കുമെന്ന് ഉറപ്പ്. അല്ലെങ്കിൽ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കെട്ടുകൾ ഊതുന്നവർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് കാവൽ തേടാൻ നമുക്ക് ആയത്തുകളും ഹദീസ് പിന്നെ പ്രാർത്ഥനകളും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ആര് ചെയ്താലും ആർക്ക് ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്തിലുള്ള മാർഗം അള്ളാഹുവോട് ഇസ്തിആദത്ത് രക്ഷ തേടൽ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ വല്ല വാക്കും പറഞ്ഞു പോയാൽ ആ ബന്ധം പിന്നെ പുനഃസ്ഥാപിക്കാൻ നല്ല പ്രയാസമാണ്. അതുകൊണ്ട് സംശയകരമായ ആരോപണങ്ങൾ പറയരുത്, ഭയങ്കര പ്രശ്നമാണ്. അതേമാതിരി ഈ ഇളയച്ചന്മാരും മൂത്തച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ പിന്നെ സദാചാരപരമായ സംശയങ്ങൾ പറയും. അതും ഭയങ്കര അപകടമാണ്. സംശയം പറയാ, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ നമ്മളെ ഭാര്യനോട് പറയാ നമ്മുടെ അനുജനെ സംശയം എന്നുള്ള നിലക്ക് പറഞ്ഞാൽ കഴിഞ്ഞോ കാര്യം. അത് അനുജൻ അറിഞ്ഞാലും ഭാര്യ അറിഞ്ഞാലും ആരറിഞ്ഞാലും
അത് കൃത്യമായൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതിരിക്കുമ്പോൾ മരിക്കുന്നത് വരെ അത് മനസ്സിലുണ്ടാവും. ഞാൻ പറഞ്ഞ ഒരു കാലത്തും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത ബന്ധവിച്ഛേദങ്ങൾ സംഭവിപ്പിക്കും സംശയങ്ങൾ. സംശയം ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായേ? ഒരു മരണം സംഭവിച്ചു, അതിനെ നമ്മൾ സംശയിച്ചാലോ? ഒരു മരണം സംഭവിച്ചു, സ്വാഭാവികമായിരിക്കണം, മനസ്സിലായില്ലേ? അതിനെ പിന്നെ നമ്മൾ സംശയിച്ചാലോ? പ്രശ്നമല്ലേ? അയാൾ പറയാണ് ഇന്ന ആൾ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് അയാളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ആ വാക്ക് പറയുന്നതോടുകൂടെ തീർന്ന് ജീവിതകാലത്ത് തീരുമോ? പിന്നത് സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ പേരുണ്ടാവും, കൊലപാതകത്തിൻ്റെ പേരുണ്ടാവും, സഹോദരങ്ങളെ മാരണത്തിൻ്റെ പേരുണ്ടാവും, അതേമാതിരി എല്ലാ കാര്യത്തിലും സംശയങ്ങൾ വരും. പക്ഷേ ഈ കുടുംബങ്ങളിൽ സംശയങ്ങൾ കുടുംബങ്ങളിൽപ്പെട്ടവരെ കുറിച്ച് ഉന്നയിച്ചാൽ ആ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക വളരെ പ്രയാസകരമായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ ചൂഷണം, നമ്മളെ ബന്ധത്തെ ചൂഷണം ചെയ്യുക സഹോദരങ്ങൾ, ബന്ധങ്ങളെ ചൂഷണം ചെയ്യുക, അതും ഭയങ്കര അപകടം, മനസ്സിലായി? ഇപ്പം നമ്മളെ വീട്ടിലൊരാൾ വന്നു, നമ്മൾ തറവാട് താമസിക്കുന്ന ആളായി വെച്ചോളി, വീട്ടിലേക്ക് എല്ലാവരും ജ്യേഷ്ഠന്മാരും അനുജന്മാരൊക്കെ വരൂലേ, എന്തെങ്കിലും നല്ല സാധനം കണ്ടാൽ ഇത് ഞാൻ കൊണ്ടായാലോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? കൊണ്ടുകൊണ്ടാൻ പറ്റും. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ആ ചോദ്യം? എന്തിൻ്റെ പേരിലാണ് ആ ചോദ്യം? ബന്ധത്തിൻ്റെ പേരിലാണ് ആ ചോദ്യം, മനസ്സിലായി? ബന്ധത്തിൻ്റെ പേരിലാണ് ആ ചോദ്യം. ഞാൻ പറഞ്ഞ ഹദിയയായി വീട്ടിലാര് വന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് പറഞ്ഞേക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ കൊടുത്ത് പറഞ്ഞേക്കാലോ, പക്ഷെ കാണുന്നതൊക്കെ ആശ വെച്ച് ചോദിക്കുമ്പോൾ പ്രശ്നമായിരിക്കും. ചോദിച്ചാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, മനസ്സിലായി? പലപ്പോഴും ചൂഷണം ചെയ്യുക, മിസ്യൂസ് ചെയ്യുക ഏത് ബന്ധങ്ങളെയും, മനസ്സിലായി? ഒരടുത്ത ബന്ധു, നമ്മുടെ ബന്ധു അടുത്ത ആയിക്കാരൻ നമ്മുടെ വൈഫിനെ എപ്പോഴും ഇങ്ങനെ ഫോണിൽ വിളിക്കേണ്ട അറിയാൻ പറ്റില്ല. കാരണം ഒരു ദീനിയായൊരു കുടുംബ ബന്ധം പുലർത്താനാണെന്താ പറയാം, മഹറമല്ലാത്ത ഒരാളാണെങ്കിൽ ചൂഷണം ചെയ്യുക. ലൈംഗികമായ ചൂഷണങ്ങൾ, സാമ്പത്തികമായ ചൂഷണങ്ങൾ, എല്ലാ നിലക്കുള്ള ചൂഷണങ്ങൾ, ഇതൊക്കെ അങ്ങേയറ്റത്തെ മനപ്രയാസം ഉണ്ടാക്കും. ഒരാളുടെ പറയാൻ പറ്റൂല, മനസ്സിലായി? വായ്പ വാങ്ങുക, കൊടുക്കാതിരിക്കുക, ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാക്കാൻ പറ്റൂല, വായ്പ വാങ്ങിയത് പിന്നെ വാങ്ങിയിട്ടില്ല എന്ന് പറയാം. ഇതൊക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കളാകുമ്പോൾ പ്രശ്നങ്ങളാണ് ഇതൊക്കെ, ചൂഷണം ചെയ്യുക. അങ്ങനെ ചൂഷണം ചെയ്താൽ തരങ്ങൾ ആത്മാർത്ഥമായ ബന്ധങ്ങൾ ഉണ്ടാവില്ല. മക്കളെ വാപ്പാര് ചൂഷണം ചെയ്യാൻ പറ്റൂല, വാപ്പാരെ മക്കൾ ചൂഷണം ചെയ്യാൻ പറ്റൂല, മനസ്സിലായി? ഒരു പെൺകുട്ടിക്ക് തോന്നുക വാപ്പന്നെ കെട്ടിച്ചു കൊടുക്കാത്ത എനിക്ക് ശമ്പളം ഉള്ളതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ തീർന്നില്ല സഹോദരങ്ങളെ, ആ ബന്ധം അവിടെ അവസാനിച്ചു. ആത്മാർത്ഥമായി പുലർത്തേണ്ട ബന്ധങ്ങളിൽ ഇങ്ങനത്തെ വക്രതകൾ കടന്നുകൂടിയാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാവുന്ന അവസ്ഥകളെ സഹോദരങ്ങളെ നാം നന്നായി സൂക്ഷിക്കണം. ആത്മാർത്ഥമായിരിക്കണം ബന്ധങ്ങൾ. ബന്ധങ്ങളുടെ വില നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ ബന്ധം കുടുംബത്തിൽ മാത്രമല്ല, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുൻയാൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു എടുപ്പ് പോലെ, കെട്ടിടം പോലെയാകുന്നു എന്നാണ്, മനസ്സിലായില്ലേ? കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ലുഹു ബഅ്ലൻ, നബി ഇങ്ങനെ പിടിച്ചു, ശബ്ബക അസ്വാബിഅഹു, നബി ഇങ്ങനെ പിടിച്ചു. നമ്മളെല്ലാവരും ഇങ്ങനെയാണ്, രണ്ട് കൈയും ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് നബി പറഞ്ഞു സത്യവിശ്വാസികൾ ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, ആ ആത്മബന്ധം നമുക്ക് വല്ലാത്ത ഒരു മനസ്സമാധാനവും സന്തോഷവും നൽകും. അതുകൊണ്ട് നാം ഇന്ന് തീരുമാനിക്കുന്നു, ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കുന്ന ഈ വേളയിൽ നാം തീരുമാനിക്കുന്നു അറ്റ ബന്ധങ്ങളെ സ്ഥാപിക്കാൻ, ബന്ധങ്ങൾ അറ്റുപോകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കാൻ, ഏത് ബന്ധങ്ങളെയും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ, നമ്മളോട് മോശമായി പ്രതികരിക്കുന്നവരോട് നല്ല നിലക്ക് പ്രതികരിക്കാൻ, നല്ല വാക്കുകളെ കൊണ്ട് ബന്ധം എപ്പോഴും ഊഷ്മളമാക്കാൻ, ശക്തിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ചെറിയ ഒരു അകലം, ചെറിയ പ്രശ്നങ്ങൾ, വഴക്കുകൾ അത് ജീവിതത്തിൽ നിരന്തരമാകുമ്പോൾ ജീവിതം ദുസ്സഹമായി തീരും, ജീവിതം നരകതുല്യമായി തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്തബന്ധങ്ങളെ, വിവാഹബന്ധങ്ങളെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ആളുകൾക്ക് അതല്ല താല്പര്യം. ഞാൻ വളരെ എല്ലാ ബന്ധങ്ങളുടെയും പരിശുദ്ധി ആരോ പറഞ്ഞ മാതിരി എല്ലാം കാലത്തിൻ്റെ മാറ്റത്തിൽ വിലക്കെടുത്തിരിക്കുകയാണ്. ബന്ധങ്ങൾക്കൊക്കെ വിലക്കെടുത്തിരിക്കുകയാണ് ബന്ധങ്ങളെ. എന്താ വിലക്കെടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയോ? വിലക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നോക്ക് നിങ്ങൾ, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഹൈ ക്ലാസ് ഫാമിലിയിലൊക്കെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഈ ബന്ധങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ വിലയാണ്. പൂജാകർമ്മങ്ങൾക്കും ആരാധനകൾക്കും നേർച്ചകൾക്കൊക്കെ ആരാധനാലയങ്ങളുടെ ചുമരിൽ വില എഴുതിച്ച് പോയിട്ട്, ഹോട്ടലിലൊക്കെ വില എഴുതിച്ച മാതിരി എന്താ വെച്ചാൽ എല്ലാത്തിനും വില നിശ്ചയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് വലിയ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ കാര്യം. കല്യാണം കഴിക്കുമ്പോൾ എന്താ നിങ്ങൾ ഭയങ്കര ബന്ധം ചേർക്കലാണ്. എന്താ ബന്ധം ചേർക്കൽ? നമ്മളെ കുട്ടിക്ക് ഒരു ഗോൾഡ്, ഒരു പവൻ പോലും വേണ്ടെന്ന് നമ്മൾ പറയാം, ആത്മാർത്ഥമായിട്ട് പറയാണ്, മനസ്സിലായില്ലേ? അതുപോലെ എന്ത് ചെയ്യും? അത് പറഞ്ഞാൽ പറ്റില്ല.
അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് എൻ്റെ മോൾക്ക് കൊടുക്കാക്കാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനത്തെ വാപ്പയും അവളും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഒക്കെ പറഞ്ഞ് 200-300 പവൻ തന്നാണ്ട് ഏൽപ്പിച്ച കഴിഞ്ഞു സഹോദരങ്ങളെ. അവർ ഈ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലല്ല, ആ ബന്ധത്തെ അവർ വിലക്ക് വാങ്ങുകയാണ്. ഒരു വിവാഹ ബന്ധത്തെ വിലക്ക് വാങ്ങുക. എന്തിനാ വിലക്ക് വാങ്ങണ നിങ്ങൾ? പിന്നെ ഇവൻ സ്വതന്ത്രമായി ഇവളെ കൊണ്ട് നടക്കാതിരിക്കാൻ, അവർ പറഞ്ഞ പോലെ ഇവൻ അവളോടൊപ്പം വരാൻ. മനസ്സിലല്ലേ? അവനിപ്പോൾ ഇങ്ങനെ ബസ് കയറി പോണതിൻ്റെ ക്ഷീണം ആലോചിച്ചിട്ടല്ല അവന് കാറ് വാങ്ങി കൊടുക്കുന്നത്. ആ കാറിൻ്റെ താക്കോല് കൈമാറുന്നതോടുകൂടെ ആ ബന്ധം വില പറഞ്ഞ ബന്ധമായി. വില പറഞ്ഞ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ശ്രമിച്ചാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. മനസ്സിലായി? വിലക്ക് വാങ്ങിയ ബന്ധങ്ങളെ ആരെങ്കിലും വിച്ഛേദിക്കാൻ ശ്രമിച്ചാൽ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പൊന്നു സഹോദരന്മാരെ, മക്കളെ കല്യാണം കഴിക്കുമ്പോഴേ വാങ്ങരുത് കേട്ടോ. ഒന്നും വാങ്ങാൻ സമ്മതിക്കരുത്. ഞാൻ എൻ്റെ അങ്ങേയറ്റത്തെ വിഷമം കൊണ്ട് പറയാണ്. നല്ല ചുറുചുറുക്കുള്ള ആൺകുട്ടികൾ, ഓഫീസിലെ കീഴുദ്യോഗസ്ഥന്മാർ വിറപ്പിക്കുന്ന ആളുകൾ, എന്തു കാര്യത്തിലും നല്ല പക്വതയുള്ള ആൾക്കാർ. മനസ്സിലേ? ഏതോ ഒരു സമ്പന്നൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആഭരണവും പണ്ടവും വാങ്ങിയതിൻ്റെ പേരിൽ ജീവിതം മുഴുവനും ആ പെൺ വീട്ടുകാരൻ്റെ അടിമയായി ജീവിക്കേണ്ടി വന്ന മഹാന്മാരായ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ ഇന്നുള്ളൂ. മനസ്സിലായില്ലേ? നല്ല ദീനി വിശ്വാസത്തിൻ്റെ പേരിൽ ശരിക്കും ജീവിതത്തിൽ ആ ബന്ധത്തിൻ്റെ വിലയറിഞ്ഞ് കൊണ്ടുവന്നവൻ. അതെ, ഞാൻ കൊണ്ടുപോണ പെൺകുട്ടിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു പരിപാടി നടത്താൻ പറ്റില്ല, ഒരു സദ്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ആദ്യം പറയാം. മനസ്സിലായില്ലേ? എന്താ സദ്യ കൊടുക്കാൻ? പെൺവീട്ടുകാർക്ക് വലിയമത്തില്ല പെൺവീട്ടുകാർക്ക് നിങ്ങൾ കൊടുക്കൽ പറ്റൂല നമ്മൾ വേണം. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് സമ്മതിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ വേണ്ടതാണ്. ഒന്നും പറ്റൂല. കല്യാണം എൻ്റെ വീട്ടിലേക്കാരം, നിക്കാഹിൻ്റെ ആളെ ഞാനാ വിളിക്കുക. മഹർ എന്തെങ്കിലും വേണമെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്, ആ മഹർ കൃത്യം തരും. അവളെ എത്ര പറഞ്ഞാലും തരും മഹർ. എനിക്ക് പറ്റൂലെങ്കിൽ കല്യാണം വേണ്ടാക്കും ഞാൻ. അത്രേ ഉള്ളൂ. നിങ്ങളെ മോളോട് ചോദിക്കും മഹർ എത്രയേ വേണ്ടൂന്ന്, ഓൾ പറയും. ഓൾ പറയണ മഹർ ഞാൻ കൊടുക്കും. മനസ്സിലായില്ലേ? അഥവാ മഹർ എനിക്ക് താങ്ങാത്താണെങ്കിലോ ഞാൻ വേണ്ടാൻ നിൽക്കും. അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ വലിയമത്ത് കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ അവൾ എൻ്റെ വീട്ടിലെ താമസിക്കുക. മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞാൽ പഠിക്കണേതൊക്കെ നമ്മൾ തീരുമാനിക്കും. മനസ്സിലായി? അവളെ കാര്യത്തിൽ എന്നെക്കാളും സുരക്ഷിതത്വമുള്ള വേറൊരാളില്ലല്ലോ. എനിക്കോളെ തരാൻ തീരുമാനിച്ചോ അത് നിങ്ങൾ ആലോചിക്കണം. എനിക്ക് തരാൻ തീരുമാനിച്ചാൽ ഞാൻ തീരുമാനിക്കും അവൾ എവിടെ താമസിക്കണമെന്ന്, അവൾ ഏത് കോഴ്സിന് പഠിക്കണമെന്ന്, ഏത് ഓഫീസിൽ ജോലി ചെയ്യണമെന്ന്. അതിലൊക്കെ ഇനിയും നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ അതൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. സഹോദരങ്ങളെ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പറയാൻ പറ്റിയാൽ മാത്രമല്ല, അവളെ കഴുത്തിലെന്തുണ്ടോ കാതിലെന്തുണ്ടോ അതൊക്കെ അവിടെ നിന്നോട്ടെ. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിക്ക് ഇന്നൊന്നും ഇനി വാപ്പുണ്ടാക്കണ്ട, കല്യാണത്തിനൊപ്പം വേണ്ട. സഹോദരങ്ങളെ, ഇവിടെ ബന്ധങ്ങൾ കാശിനു വേണ്ടി ആവാതിരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പണം കൊണ്ട് ആളുകൾ കീഴ്പ്പെടുത്തും, ബന്ധങ്ങളെ വിലക്ക് വാങ്ങും. പിന്നെ അവരോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റൂല, ചോദിക്കാൻ പറ്റൂല. ഇപ്പോൾ ഞാൻ സാധാരണ പറയുന്ന മാതിരി നമ്മൾ കുട്ടികളെ നഴ്സറി LKG ചേർക്കണമെങ്കിൽ ഓരോട് ചോദിക്കണം. നമുക്കൊരാവശ്യത്തിന് കാർ എടുക്കണമെങ്കിൽ വൈഫ് ഹൗസിക്ക് ഫോൺ ചെയ്യണം, കൊണ്ടോട്ടെ. സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ ജീവിക്കുന്നതിലേറെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു 100 രൂപക്ക് ജോലി ചെയ്ത് ആത്മാഭിമാനത്തോടെ ആ 100 രൂപക്ക് ഉള്ളത് വാങ്ങി കുടിച്ച് കിടന്നുറങ്ങിയാൽ എന്ത് സമാധാനത്തോടെ ജീവിക്കുക മനുഷ്യൻ. ബന്ധങ്ങളെ വില പറഞ്ഞുകൊണ്ട് സ്വർണം കൊടുത്തും കാറ് കൊടുത്തും വിലക്ക് വാങ്ങാതിരിക്കുക. ആത്മാർത്ഥമായ ഹൃദയബന്ധങ്ങൾ പാലിക്കപ്പെടുന്നത് പരലോകത്തെ പ്രതിഫലത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? അതാണ് അത്രയും പരിശുദ്ധവും പരിഭാവനവുമാണ് ഈ ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുക. നാളെ പരലോകത്ത് വെച്ച് പിന്നെ ബന്ധങ്ങൾ ചേർത്തവരെ കുറിച്ച് പറയുന്നുണ്ട്. നാളെ പരലോകത്ത് ഉണ്ടാകുന്നൊരവസ്ഥ, അതായത് ബന്ധത്തോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിന്നെ ചേർത്തവരെ ഞാൻ സ്വർഗത്തിൽ കടത്തുന്ന പടച്ചോൻ പാടും. അപ്പോൾ സ്വർഗത്തിൽ ചേരാനാണ് നമ്മൾ ഈ ബന്ധങ്ങളൊക്കെ പാലിക്കുന്നതെന്നുള്ള ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ബന്ധങ്ങളെ പാലിക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും, നല്ല ബർക്കത്ത് കൊടുക്കും. അല്ലേ? മൻ സർറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, തൻ്റെ ഉപജീവനത്തിൽ ബർക്കത്ത് കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വയുൻസ ലഹു ഫീ അസരിഹി, ആയുസ് സമാധാനത്തോടെ അനുഭവിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫലിയസിൽ റഹിമഹു, അവനവൻ്റെ ബന്ധം പാലിക്കട്ടെ. ബുഖാരി മുസ്ലിം ഹദീസാണ്. സഹോദരങ്ങളെ, നരകത്തി പോകും. മനസ്സിലേ? കരുതിക്കൂട്ടി ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ നരകത്തി പോകും. ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അൻ തുഫ്സിദു ഫിൽ അർദ് വതുഖത്തിഉ അർഹാമക്കും, ഭൂമി കുഴപ്പമുണ്ടാക്കുക, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ചു കളയുകയാണ് നിങ്ങൾ. ഉലൈകല്ലദീന
ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. അല്ലാഹു അവരെ ശപിച്ചു. അതാ സഹോദരങ്ങളെ തേറിപ്പോവാത്തത്, ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത്, അനുഗ്രഹം കിട്ടാത്തത്. നമ്മൾ പാലിക്കേണ്ട ഏതോ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ ബന്ധങ്ങളെ ചേർക്കാത്തിടത്തോളം കാലം കാരുണ്യം നമ്മുടെ വീട്ടിലിറങ്ങിയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരില്ല. മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅ്ജല അല്ലാഹു ബിസ്വാഹിബിഹി. ഒരു കുറ്റവുമില്ല, അള്ളാഹു ശിക്ഷ കൊണ്ട് ധൃതി കാണിക്കും. ഫി ദുനിയ, ഇഹലോകത്തന്നെ ശിക്ഷ കൊടുക്കും. മഅമാ യദ്ദഖിറു ലഹു ഫിൽ ആഖിറ, നാളെ പരലോകത്തേക്ക് അതിൻ്റെ ബാക്കി നീക്കി വെക്കുകയും ചെയ്യും. അള്ളാഹു വേഗത്തിൽ ഇവിടെ ശിക്ഷ കൊടുക്കും, ബാക്കി പരലോകത്തേക്കും വെക്കും. ഏതാണ് സഹോദരങ്ങളെ? മിനൽ ബഗി വഖതിഅത്തിർ റഹം, അതിക്രമം കാണിക്കുക, അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുക. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ ഇവിടെ കൊടുക്കും. നാളെ പരലോകത്തേക്ക് ശിക്ഷകളെ നീക്കി വെക്കുകയും ചെയ്യും. അള്ളാഹു വരെ ശപിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ പിന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടെന്ന്. ചിലതൊക്കെ നമ്മൾ വിചാരിച്ചാൽ പറ്റുമെന്ന്, ചിലതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരുപക്ഷെ ഈ ഹ്രസ്വമായ സംസാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ഈ വിജ്ഞാനവേദി ഇവിടെ തുടരേണ്ടതുണ്ട്. ശക്തമായ നല്ല ആശയസമ്പന്നമായ വിഷയങ്ങളെ കൊണ്ട് അതിൽ നമ്മൾ ശ്രോതാക്കൾ മാത്രമല്ല, നമ്മളതിൻ്റെ സംഘാടകരാകണം. അതിൻ്റെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സാമ്പത്തികം ഏതു കാര്യത്തിനും വേണം. നമ്മൾ അനുഭവിക്കുന്ന പ്രയോജനങ്ങൾക്ക് പണം നാം കൊടുക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കൽ. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുക. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ വിളിക്കണം. നമ്മളുമായി ദീനീ ബന്ധമില്ലാത്ത പല ആളുകളും ഇത്തരത്തിലുള്ള നല്ല ദീനിയായ ക്ലാസ്സുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നമ്മളൊക്കെ സ്നേഹപൂർവ്വം വിളിച്ചാൽ അവരൊക്കെ വരും. ഇന്ന് ഈ പരിപാടി ഇവിടെ ഈ ഒരു ഹർത്താൽ ദിവസമാവുകൊണ്ട് നടക്കില്ല എന്നാണ് വിചാരിച്ച്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു വരുന്ന ആളുകളെ വെച്ച് എന്തായാലും നടത്താം. ഒരാളിപ്പോൾ ഭാര്യനെയും കൂട്ടി താല്പര്യപൂർവ്വം വരികയാണെങ്കിൽ, ഇന്നിപ്പോൾ ഹർത്താലാണ് അറിഞ്ഞ് മുടങ്ങി അറിഞ്ഞൊരു മെസ്സേജ് വിടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ എളുപ്പമല്ലേ, നടന്നോടെ തന്നെ നമ്മൾ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? ആരും ഒരാൾ മെനക്കെട്ട് വന്നാൽ അയാൾ കേൾക്കാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മളത് ഇതിൻ്റെ ഹാളിലേക്ക്. പക്ഷേ നമ്മൾ വിചാരിച്ചതിലേറെ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ വിജ്ഞാനവേദി ശക്തമായി തുടരാൻ ഇതിൻ്റെ സംഘാടകരായ ISMകാരും അതിനെ വളരെ നല്ല രൂപത്തിൽ ഏറ്റെടുത്ത് കൊണ്ടുനടക്കാൻ നമ്മളും പരിശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രോഫ്കോൺ നമുക്കിന്ന് അടുത്ത ആളത് മലപ്പുറത്താണുള്ളത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മേളനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് പഠിക്കുന്ന കാലത്തൊന്നും വേണ്ടത്ര മദ്രസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നമുക്കറിയാം 3 ദിവസത്തെ സമ്പൂർണ്ണമായ ക്യാമ്പാണ്. ജീവിതത്തിലെ മുഴുവൻ കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഭാവിയിൽ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, ക്യാമ്പസിലെ അധാർമികതകൾ, വ്യക്തിജീവിതത്തിൻ്റെ വിശേഷങ്ങൾ, മാതാപിതാക്കളുമായി ബന്ധം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾ ഇനി ഒരു കോഴ്സ് കഴിഞ്ഞ ആൾക്കാരോ കോഴ്സിന് പഠിക്കുന്ന ആളുകളോ MBBS-നോ BTech-നോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ ഇവിടുത്തെ MSമാരുമായി ബന്ധപ്പെട്ട് ചേർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. സഹോദരങ്ങളെ, ദീൻ്റെ രംഗത്ത് പരിശ്രമിക്കാനും നമ്മുടെ ഈ ഐക്യവും സ്നേഹവും നിലനിർത്തുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, അള്ളാഹുവും പ്രവാചകനെ വിശേഷിപ്പിച്ചതുപോലെ ആത്മബന്ധമുള്ള മുസ്ലിങ്ങളായി, സഹോദരങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. എല്ലാ ബന്ധങ്ങളെയും ചേർക്കുവാനും ബന്ധം ചേർത്തവർക്ക് നൽകുന്ന എല്ലാ പ്രതിഫലവും പരലോകത്ത് ഏറ്റുവാങ്ങാനും ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള അവസ്ഥ, സാഹചര്യങ്ങളെ, തൗഫീക്കിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടേതല്ലാത്ത തെറ്റുകളെ കൊണ്ട് വല്ല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് നീ അവസരം പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ